ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം വരുന്നു. L365 365 മോഹൻലാലിൻ്റെ സിനിമ. ഇത് ഏറെ പ്രത്യേകതകളോട് കൂടി തന്നെയാണ് സിനിമ വരാനും പോകുന്നത്. മോഹൻലാൽ സമീപകാലത്തൊന്നും ഒരു പോലീസ് വേഷം ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇക്കുറി വരുന്നത് ഒരു പോലീസ് വേഷമായിട്ടാണ്. മോഹൻലാൽ അഭിനയിക്കുന്ന 365 സിനിമ L365 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിനിമയ്ക്ക് പേരും ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ലെങ്കിലും തല്ലുമാല, വിജയ് സൂപ്പറും പൗർണമിയും തുടങ്ങിയ ചിത്രത്തിൽ അഭിനയിച്ച ഓസ്റ്റിൻ ഡാൻ തോമസിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ് സിനിമ. രതീഷ് രവിയുടെയാണ് തിരക്കഥയായി വരുന്നത്. സിനിമ നിർമ്മിക്കുന്നത് ആഷിഖ് ഉസ്മാനാണ്. പോലീസ് വേഷമാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പോലീസ് ജീവിതം ഇതിവൃത്തമാക്കിയുള്ള ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രമായിരിക്കും. ഒപ്പം കോമഡി എൻ്റർടൈനർ കൂടി എന്നുള്ള ലെവലിലാണ് സിനിമയെ കാണുന്നത്. എന്താണേലും പുതിയ സിനിമ കൂടി വരുന്നതോടെ മോഹൻലാൽ ആരാധകർക്ക് അതിഗംഭീരമായ സന്തോഷമാണ്. അതെ, 365 സിനിമയാണ് മോഹൻലാലിൽ നിന്ന് വരുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇന്ന് തരംഗമാവുകയാണ് ഈ ഒരു വാർത്ത. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഓരോ സിനിമകളും ആരാധകർ ഏറ്റെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇനിയും വരാനിരിക്കുന്നതെല്ലാം തന്നെ പ്രോമിസിങ് ആണ്. അതായത് ഏറെ കാലങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെ മികച്ച രീതിയിലുള്ള ഒരു നിരയായിട്ടുള്ള സിനിമകൾ കൂടിയാണ് വരുന്നത്. അതെ, ഒരു പോലീസ് വേഷം കാണാൻ ആളുകൾ കാത്തിരിക്കുക തന്നെയായിരുന്നു മോഹൻലാലിൽ നിന്നുള്ളത്. അതും ഒരു കോമഡി രീതിയിലേക്ക് വരികയാണെങ്കിൽ അത് ഒന്നും പറയാനില്ല, ഞെട്ടിക്കും. സമീപകാലത്ത് കോമഡി സിനിമകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. കോമഡിയുടെ പേരിൽ വരുന്ന ഒരുപാട് സിനിമകളുണ്ടെങ്കിലും നമുക്ക് കഴിഞ്ഞ അല്ലെങ്കിൽ ഈ മാസം ആദ്യത്തോടെയോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അവസാനത്തോടെയോ ഒക്കെ മോഹൻലാലിൻ്റെ തന്നെ വന്ന ആ തലയുടെ വിളയാട്ടം നമ്മൾ കണ്ടതാണ്. അതായത് 2005 ശേഷം വന്ന 2010 ഇറങ്ങിയ സിനിമ വന്ന് കാശ് വാരിക്കൂട്ടുന്നത്. അതായത് പിന്നീട് മലയാള സിനിമകളിൽ നമുക്ക് വലിയ കോമഡി തരംഗങ്ങളൊന്നും കഴിഞ്ഞ സീസണുകളിൽ അല്ലെങ്കിൽ 2020 ശേഷമൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പല കോമഡി സിനിമകൾ വന്നെങ്കിലും അതൊക്കെ വെറുതെ ചിരിക്കേണ്ട അവസ്ഥകളിലേക്ക് മാത്രം പോകുന്നു, വേണ്ടിയിട്ട് ചിരിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോയിരുന്നതെന്നാണ് തീർച്ചയായും പറയാനും കഴിയുന്നത്. അങ്ങനെ ഒരു ക്വാളിറ്റിയുള്ള ഹെവി ആയിട്ട് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന സിനിമകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പല സിനിമകളിലും ചില നല്ല കോമഡി രംഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും ത്രൂ ഔട്ട് കോമഡിയിലേക്ക് വന്നിട്ടില്ല. വീണ്ടും മോഹൻലാലിൽ നിന്ന് ഒരു കോമഡി സിനിമയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു ത്രില്ലർ ഗണത്തിൽ വരുന്ന കോമഡി എന്ന് പറയുമ്പോൾ അത് അതിഗംഭീരം തന്നെയായിരിക്കും. അപ്പോൾ കാത്തിരിക്കുകയാണ് മോഹൻലാലിൽ നിന്ന് ഈ ഒരു സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് സപ്പോർട്ടുള്ളവർ തീർച്ചയായും ഒന്ന് കമൻസിലൂടെ വരാം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം.